എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 തവണ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത് കാണുക. ആ വ്യക്തിയുടെ മനസ്സറിയാം. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാനാവില്ല, തീർച്ച എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ പൈല്, 2 പൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പൈലായി 342 എന്ന് പറയുന്ന അക്കം പൈലായി സ്വീകരിച്ച ആളുകളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. വ്യക്തിയുടെ മനസ്സറിയാം. അവർ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണത്. ആ വ്യക്തിയുടെ ജീവിതം ഒരിക്കലും സിമ്പിളായിരുന്നില്ല. ജീവിതത്തിൽ നഷ്ടങ്ങളും ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാറി മാറി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് ആ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോന്നിട്ടുള്ളത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. ഓരോ ഘട്ടത്തിലും നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ നിലവിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് ഏറ്റവും പാരമ്യതയിൽ നിൽക്കുകയാണ്. നിങ്ങളെ കണ്ടുമുട്ടിയ, നിങ്ങളെ മനസ്സിലാക്കിയ അന്ന് മുതൽ നിങ്ങളോടുള്ള താല്പര്യവും ഇഷ്ടവും വലുതാണ്. പക്ഷേ ചില വ്യക്തികൾ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റുവാനായി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ എന്നിട്ട് പോലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കുന്നില്ല. കാരണം അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതാം. ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ആരോടും വഴക്കടിക്കാതെയും സൗമ്യമായി നല്ല മനസ്സാലും ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സംരക്ഷിതമായൊരു ജീവിതം പ്രദാനം ചെയ്യപ്പെടും. വലിയ സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, ആ വ്യക്തി അനുഭവിച്ചു. ഇനി നിങ്ങൾക്ക് സ്വമേധയാ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല സാഹചര്യങ്ങളാണ് വരാനുള്ളത്. ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സൗമ്യമായ നിലപാടാണ്. എപ്പോഴും നിങ്ങളോട് സൗമ്യമായ നിലപാട് സ്വീകരിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങളോട് മോശമായ നിലപാട് ആ വ്യക്തി സ്വീകരിച്ചിട്ടില്ല. നിങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരുപാട് സന്തോഷം വരികയാണ്. നിങ്ങളെ കണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആ വ്യക്തിയുടെ ജീവിതം അനുസരിച്ച് നിങ്ങളെപ്പോലെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആരുമില്ല. അത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങൾ ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുകയെന്നും അറിയാം. ഏറ്റവും സമൃദ്ധിയുള്ളൊരു ജീവിതത്തിലേക്കാണ് ആ വ്യക്തി തിരിച്ചെത്താൻ പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിന് വലിയ വില നൽകുന്നു. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വില നൽകുന്നു. അതാണ് ആ മനസ്സിലുള്ളത്. അതായത് രണ്ടാമത്തെ പൈലാണ് നാം നോക്കുന്നത്. തീർച്ചയായും ഈ വ്യക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തി. രണ്ടാമത്തെ പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് പറയുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിലവിലുള്ളത് നിങ്ങൾ ഏറ്റവും നല്ല ചിരിയും സന്തോഷമൊക്കെ ഉള്ള ഘട്ടമാണ്. പക്ഷേ ആ വ്യക്തിയെ സാമ്പത്തികമായിട്ട് പല ആളുകളും പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി സാമ്പത്തികമായിട്ട് പലരെയും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആ വ്യക്തിയെ ചതിക്കും ഭാവിയിൽ. ഇപ്പോൾ ആ വ്യക്തിയും നിങ്ങളും വിശ്വസിച്ചിട്ടുള്ള പല ആൾക്കാരും സമീപകാല ഭാവിയിൽ നിങ്ങളെ പറ്റിക്കുന്നതായിട്ട് നിങ്ങൾ അറിയും. ഇപ്പോഴും അവർ പറ്റിക്കുന്നുണ്ട്, നിങ്ങളെ ചതിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് അറിയാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരും വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ആ വ്യക്തി. നിങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ചില ആളുകളെക്കുറിച്ച്. അത് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ട് ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സാമ്പത്തികമായിട്ട് പലരെയും നിങ്ങളുടെ വ്യക്തി സഹായിക്കുന്നു. പക്ഷേ ഒരു നിർണായക ഘട്ടവും ആവശ്യവും നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളെയോ ആ വ്യക്തിയോ സഹായിക്കാനായിട്ട് ആരും വരില്ല. ആ സമയത്ത് ആ വ്യക്തിക്ക് അവരോട് വലിയ ദേഷ്യം തോന്നും. അത് ഇനി വരാനിരിക്കുന്ന സാഹചര്യമാണ്. അവർ ആ വ്യക്തിയോട് കാണിക്കുന്നത് കപടമായ സ്നേഹമാണെന്ന് ആ വ്യക്തിക്ക് ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകാൻ പോകുന്നു. ആ സാഹചര്യം ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിച്ചേക്കാം, ദേഷ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങളുടെ വ്യക്തി വല്ലാതെ ദേഷ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. വലിയ തരത്തിലുള്ള ആ ദേഷ്യം ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ദേഷ്യപ്പെടൽ സഹിക്കാൻ കഴിയാതെ ആ വ്യക്തി പരിധി വിട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിനി അറിയാൻ പോകുന്നത് ചിലരുടെ ചതികളാണ്. ആ സമയത്ത് എപ്പോഴും നിങ്ങൾ മാത്രമേ ആ വ്യക്തിക്ക് സംരക്ഷണം നൽകാനായിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി അറിയും. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കുറ്റബോധം ഉണ്ടാകുന്നത് പല ആളുകളെക്കുറിച്ചും നിങ്ങൾ കൃത്യമായ ധാരണ നൽകിയിട്ടും അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വാക്ക് പോലും ധിക്കരിച്ചിട്ടുണ്ട് ആ വ്യക്തി അവരെ സ്നേഹിക്കുന്നതിന്. അത് ഭാവിയിൽ ആ വ്യക്തിക്ക് ഒരു തിരിച്ചടിയായിട്ട് മാറും. ആ വ്യക്തി ഒരു കുറ്റബോധമായിട്ട് മാറും. എന്നെ സ്നേഹിക്കുന്ന ഇന്ന വ്യക്തി എന്നോട് ഇതെല്ലാം പറഞ്ഞതാണ്, പക്ഷെ ഞാൻ കേട്ടില്ല. അങ്ങനൊരു കാര്യം അവരുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങൾ പറഞ്ഞിട്ടും ചിലരെ ആ വ്യക്തി വിശ്വസിക്കാൻ കാരണം നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് ആ വ്യക്തിയെ അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു. കപടമായിട്ട് അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അത് അവരുടെ ചതിയായിരുന്നു. അത് നിങ്ങൾ നേരത്തെ അറിയും, ആ വ്യക്തി പിന്നീട് അറിയും. നിങ്ങൾ അതിൻ്റെ ഒരു സൂചന നൽകുമ്പോഴും ആ വ്യക്തി അത് വിശ്വസിക്കില്ല. പക്ഷേ പിന്നീട് അതെല്ലാം ഒരു കുറ്റബോധമായിട്ട് മാറും ആ വ്യക്തി. അതായത് നിങ്ങൾ ചിലരെ നിരീക്ഷിച്ചു തുടങ്ങി, ചിലരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആ വ്യക്തിയോട് ആദ്യം പറയുമ്പോൾ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ അനുഭവങ്ങൾ കൊണ്ട് ആ വ്യക്തി അത് മനസ്സിലാക്കും. അതിൻ്റെ കുറ്റബോധം ഉണ്ടാവും. നിങ്ങളാണ് യഥാർത്ഥത ഉള്ളതെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കും. പക്ഷെ അപ്പോൾ കുറച്ച് വൈകിപ്പോകും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമായിട്ടുള്ളത്.